നമസ്കാരം. ഇന്ന് നമ്മൾ കേരളത്തിലെ വളരെ സവിശേഷമായ ഒരു മണ്ഡലത്തിലേക്കാണ് നോക്കുന്നത്. തൃത്താല. ഇവിടെ ഓരോ വോട്ടും നിർണായകമാണ്. അതായത് ഒരു ചെറിയ മാറ്റം പോലും തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരിടം. അപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു യാത്ര തുടങ്ങുകയാണ്. ആദ്യം തൃത്താലയുടെ മണ്ണും മനുഷ്യരെയും അടുത്തറിയാം. പിന്നെ കണക്കുകളിലേക്ക് കടക്കാം. ജനവിധിക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നിന്ന് ഒരു മികച്ച ഭരണത്തിനുള്ള വഴി കാണാം. അവസാനം വിജയത്തിലേക്കുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ശരി, ഏതൊരു രാഷ്ട്രീയ വിശകലനവും തുടങ്ങേണ്ടതെവിടെ നിന്നാണ്? തീർച്ചയായും അവിടത്തെ മണ്ണിൽ നിന്നും മനുഷ്യരിൽ നിന്നും തന്നെ. അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോ നമുക്ക് തൃത്താലയെ അടുത്തൊന്നറിയാൻ ശ്രമിക്കാം. തൃത്താല എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു ഇടനാടൻ മേഖലയാണ്. അതായത് ഇവിടെ മലയോരമോ തീരപ്രദേശമോ ഇല്ല. കൃഷിയും അതിനോട് ചേർന്നുള്ള തൊഴിലുകളുമാണ് ഇവിടത്തെ ആളുകളുടെ പ്രധാന വരുമാനമാർഗം. അതുകൊണ്ട് തന്നെ മണ്ണ്, വെള്ളം ഇതിനെയൊക്കെ ബാധിക്കുന്ന ഏത് വിഷയത്തിനും ഇവിടെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടാകും. ഇനി തൃത്താലയുടെ സാമൂഹിക ഘടന നോക്കൂ. ഇത് വളരെ സവിശേഷമാണല്ലേ. ഹിന്ദുക്കളും മുസ്ലിംകളും ഏകദേശം തുല്യമായ എണ്ണത്തിൽ ജീവിക്കുന്ന ഒരിടം. ഇത് സാമൂഹിക സൗഹാർദ്ദത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി മാറ്റുന്നു. ഇവിടെ ചെറിയൊരു വിഭാഗീയ ചിന്ത പോലും ഒരു ചെറിയ തീപ്പൊരി മതി തിരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ മാറിമറിയാൻ. സാധാരണക്കാരായ ജനങ്ങൾ ദിവസവും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതിലേക്ക് വരാം. ഒന്നാമത്തത് വേനൽക്കാലത്തെ രൂക്ഷമായ വെള്ളപ്പൊക്കം, പിന്നെ ഗൾഫിൽ നിന്നും മടങ്ങിവന്ന പ്രവാസികൾ, അവർ നേരിടുന്ന തൊഴിലില്ലായ്മ, കാട്ടുപന്നി പോലുള്ള വന്യജീവികളുണ്ടാക്കുന്ന കൃഷിനാശം, പിന്നെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന വിലക്കയറ്റം. ഇവയാണ് തൃത്താലയിലെ യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ. നമ്മുടെ പൊതുജീവിതത്തിൽ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് തൃത്താല പോലെ ഇത്രയും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. അതറിവോടെയും ഉത്തരവാദിത്തത്തോടെയുമാകണം. കാരണം ഇവിടുത്തെ സാമൂഹിക ഐക്യം വളരെ ലോലമാണ്. അത് കാത്തുസൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചത് തൃത്താലയിലെ സാഹചര്യങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് നമ്പറുകളിലേക്ക് വരാം. തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്ന കണക്കുകളിലേക്ക്. കാരണം രാഷ്ട്രീയത്തിൽ കണക്കുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. 3016 എന്താണ് ഈ സംഖ്യ? 2021 തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചത് വെറും ഇത്രയും വോട്ടിനാണ്. 1.25 ലക്ഷത്തിനടുത്ത് വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ. ഇതൊരു നേരെ വ്യത്യാസം പോലുമല്ല, ഒരു നൂലിഴ വ്യത്യാസമാണ്. അടുത്ത സംഖ്യ നോക്കൂ. 5.9%. 2025 ഏപ്രിലിലെ കണക്കനുസരിച്ച് കേരളത്തിലെ പണപ്പെരുപ്പത്തിന്റെ നിരക്കാണിത്. ഇത് നമ്മുടെയൊക്കെ വീട്ടിലെ ബഡ്ജറ്റിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്കറിയാം. ഈ സംഖ്യ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും അതുവഴി അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. 12,851. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി നേടിയ വോട്ടുകളാണിത്. ഇത് മൊത്തം വോട്ടിന്റെ 8% കൂടുതലാണ്. തൃത്താലയിലെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ ഈ വോട്ടുകൾക്ക് നിർണായകമായൊരു പങ്കുണ്ട്. പലപ്പോഴും ഒരു കിങ് മേക്കറായി മാറാൻ ഈ വോട്ടുകൾക്ക് സാധിക്കും. ഇതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ ഒരു പൂർണ്ണ ചിത്രം. LDFും UDFും തമ്മിൽ നടന്ന കടുത്ത പോരാട്ടം. ഭൂരിപക്ഷം വെറും 1.98%. ഉയർന്ന പോളിംഗ് ശതമാനം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ വോട്ടും എത്രമാത്രം വിലപ്പെട്ടതായിരുന്നുവെന്ന്. തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ച അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്കതൊന്ന് പരിശോധിക്കാം. പ്രധാനമായും 5 കാരണങ്ങളാണ് 2021 ജനവിധിയെ സ്വാധീനിച്ചത്. 1. സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന വിലക്കയറ്റം. 2. ഗൾഫിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങിയെത്തിയവരുടെ ആശങ്കകൾ. 3. വന്യജീവി ആക്രമണം മൂലമുള്ള കാർഷിക നഷ്ടങ്ങൾ. 4. പ്രത്യേകിച്ചൊരു മുന്നണിയോടും സ്ഥിരമായ കൂറില്ലാത്ത വോട്ടർമാരുടെ ഇടയിൽ ജാതി സമവാക്യങ്ങൾ മാറിയത് ഒരു പ്രധാന ഘടകമായി. അവസാനം നിലവിലുള്ള ക്ഷേമ പദ്ധതികളിൽ നിന്നുള്ള പ്രയോജനം കുറയുന്നതും പുതിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തതും ജനങ്ങളിലുണ്ടാക്കിയ ഒരുതരം മടുപ്പ്. ഇനി നമുക്ക് പ്രധാന എതിരാളികളെ ഒന്ന് വിലയിരുത്താമല്ലേ? ഒരു വശത്ത് സിറ്റിംഗ് MLA MP രാജേഷ്. അദ്ദേഹം പ്രമുഖനായൊരു നേതാവാണ്. സുസ്ഥിര തൃത്താല പോലുള്ള പദ്ധതികൾ അദ്ദേഹത്തിനൊരു മുതൽക്കൂട്ട് തന്നെ. എന്നാൽ ആ നേരിയ ഭൂരിപക്ഷവും സംസ്ഥാനതല പദവികൾ കാരണം പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞുവെന്ന ആരോപണവും ഒരു വെല്ലുവിളിയാണ്. മറുവശത്ത് VT ബൽറാം. തൃത്താലയിൽ നല്ല വേരുകളുള്ള മതേതര മുഖമുള്ളൊരു നേതാവ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ തോൽവി അദ്ദേഹത്തിനൊരു പ്രതിബന്ധമാണ്. നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ പിടിക്കുക,
അതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരല്ലോ, അതിന് വ്യക്തമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയണം. അപ്പൊ നമ്മളിനി സംസാരിക്കുന്നത് ജനങ്ങളുടെ പരാതികൾക്ക് എങ്ങനെ കൃത്യമായ പരിഹാരം കാണാം എന്നതിനെക്കുറിച്ചാണ്. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ഇത് തൃത്താലയിലെ ഒരു സാധാരണക്കാരന്റെ ശബ്ദമാണ്. കുടിവെള്ളമില്ലാത്തതിന്റെയും അധ്വാനം മുഴുവൻ നശിപ്പിക്കപ്പെടുന്നതിന്റെയും വേദന ഇതിലുണ്ട്. ഇതുപോലുള്ള ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ ഭരണം സാധ്യമാകുന്നത്. അപ്പോ ഈ 5 കാര്യങ്ങൾ ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾക്കുള്ള നേരിട്ടുള്ള മറുപടിയാണ്. 1. സുസ്ഥിര തൃത്താല പദ്ധതി വിപുലീകരിച്ച് കുടിവെള്ളം ഉറപ്പാക്കുക. 2. വന്യജീവി സംഘർഷം തടയാൻ വേലികൾ സ്ഥാപിക്കുക. 3. വിളനാശത്തിന് പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകുക. 4. വിദഗ്ധ ചികിത്സയ്ക്കായി MRI സൗകര്യങ്ങളുള്ള ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങുക. പിന്നെ തകർന്ന റോഡുകളും വൈദ്യുതി പ്രശ്നങ്ങളും പരിഹരിക്കുക. ഇതൊരു പ്രകടനപത്രിക എന്നതിലുപരി ഒരു കർമ്മപദ്ധതിയാണ്. എന്നാൽ നല്ലൊരു കർമ്മപദ്ധതി മാത്രം പോരാ, അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്കെത്തിക്കാൻ ഒരു തന്ത്രം വേണം, അല്ലേ? അതിനായി നമുക്ക് 4 മുഖങ്ങളുള്ള ഒരു തന്ത്രത്തെ പരിചയപ്പെടാം. ചതുർമുഖ സിദ്ധാന്തം. അപ്പോ ആദ്യത്തെ മുഖം, നമുക്കിതിനെ ശിവന്റെ മുഖമെന്ന് വിളിക്കാം. അതായത് ഒരു ആക്രമണോത്സുകമായ സമീപനം. ഒരു കാര്യം പറയട്ടെ, ഈ പേരുകൾ ഒരു ആശയപരമായ എളുപ്പത്തിനു വേണ്ടിയാണ്. ഇതിന് മറ്റു വ്യാഖ്യാനങ്ങളൊന്നും തന്നെയില്ല. ഈ തന്ത്രം പറയുന്നത് ഇതാണ്: ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, അതായത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതിൽ ഭരണപക്ഷത്തെ നേർക്കുനേർ ചോദ്യം ചെയ്യുക. അതോടൊപ്പം BJPയുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തെ ശക്തമായി പ്രതിരോധിക്കുകയും വേണം. രണ്ടാമത്തേത് വിഷ്ണുവിന്റെ മുഖം, അതായത് സ്ഥിരതയുടെ പ്രതീകം. തങ്ങൾ അധികാരത്തിൽ വന്നാൽ സുസ്ഥിരവും സമാധാനപരവുമായൊരു ഭരണം നൽകുമെന്ന് ഉറപ്പു നൽകുക. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ആവർത്തിച്ചു പറയുക. രാഷ്ട്രീയത്തിൽ വലിയ പരീക്ഷണങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത സ്ഥിരത ആഗ്രഹിക്കുന്ന വോട്ടർമാരെ ആകർഷിക്കാൻ ഇത് സഹായിക്കും. മൂന്നാമത്തേത് ബ്രഹ്മാവിന്റെ മുഖം, അതായത് സൃഷ്ടിയുടെയും നൂതനാശയങ്ങളുടെയും തന്ത്രം. കാലഹരണപ്പെട്ട വാഗ്ദാനങ്ങൾക്ക് പകരം പുതിയ പരിഹാരങ്ങൾ മുന്നോട്ടുവയ്ക്കുക. പരാതികൾ അറിയിക്കാനൊരു മൊബൈൽ ആപ്പ്, ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായം, കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ, ഇങ്ങനെ ഭാവിയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ജനങ്ങൾക്ക് നൽകുക. നാലാമത്തേത് ദുർഗയുടെ മുഖം, ഒരു സംരക്ഷകയുടെ ഭാവം. സമൂഹത്തിലെ ദുർബലരായ വിഭാഗങ്ങൾക്ക് തങ്ങളൊരു സംരക്ഷണ കവചമായിരിക്കുമെന്ന് ഉറപ്പു നൽകുക. കർഷകർക്ക് വിള ഇൻഷുറൻസിലൂടെയും തൊഴിൽ രേതർക്ക് തൊഴിൽ മേളകളിലൂടെയും ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും ഈ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുക. ഒരു ആധുനിക തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വോട്ടർമാരുടെ വിവരങ്ങൾ വളരെ പ്രധാനമാണ്. പക്ഷേ ഈ വിവരങ്ങൾ ശേഖരിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തണം. ഇന്ത്യയുടെ ഡിജിറ്റൽ വ്യക്തിവിവര സംരക്ഷണ നിയമം അനുസരിച്ച് ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ മാനിക്കണം. അവരുടെ അനുവാദമില്ലാതെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇത് നിയമപരമായ ഒരു കാര്യം മാത്രമല്ല, ഒരു രാഷ്ട്രീയ ധാർമ്മികത കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. അടുത്ത 30 ദിവസത്തേക്കുള്ള കൃത്യമായ ഒരു കർമ്മപദ്ധതിയാണ് വിജയത്തിന് ആധാരം. ഇനി സ്ഥാനാർത്ഥി നിർണയം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. തൃത്താലയിൽ ആഴത്തിൽ വേരുകളുള്ള, പരാജയപ്പെട്ടെങ്കിലും ശക്തമായ വോട്ടടിത്തറയുള്ള VT ബൽറാമിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കണോ, അതോ ഒരു പുതിയ മുഖത്തെ അവതരിപ്പിച്ച് വോട്ടർമാർക്ക് ഒരു പുതിയ ഓപ്ഷൻ നൽകണോ? രണ്ടിനും അതിന്റേതായ സാധ്യതകളും വെല്ലുവിളികളുമുണ്ട്. അതുകൊണ്ട് VT ബൽറാമിനെ നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ പരിചയസമ്പത്തും ജനങ്ങളുമായുള്ള ബന്ധവും ഉപയോഗിച്ച് നഷ്ടപ്പെട്ട ആ ചെറിയ ഭൂരിപക്ഷം തിരിച്ചുപിടിക്കാൻ സഹായിക്കുമെന്നൊരു വാദം വളരെ ശക്തമാണ്. ഇത് ഒരു സുരക്ഷിതമായ നീക്കമായി പലരും കാണുന്നു. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ ഉടൻ ചെയ്യേണ്ട 5 കാര്യങ്ങൾ ഇവയാണ്. 1. മികച്ച ഒരു പ്രചാരണ ടീമിനെ തെരഞ്ഞെടുക്കുക. 2. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാൻ വീടുകൾ കയറിയിറങ്ങുക. 3. വിലക്കയറ്റം, കുടിവെള്ളം തുടങ്ങിയ വിഷയങ്ങളിൽ പെട്ടെന്ന് ആശ്വാസം നൽകുന്ന ചില പദ്ധതികൾ പ്രഖ്യാപിക്കുക. 4. ഓരോ വാർഡിലും ജനങ്ങളെ ഒരുമിച്ചുകൂട്ടി ചർച്ചകൾ സംഘടിപ്പിക്കുക. 5. പ്രകടനപത്രിക മുഴുവൻ പുറത്തിറക്കുന്നതിനു മുൻപ് അതിലെ പ്രധാന ആകർഷണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ തൃത്താലയിൽ വിജയത്തിലേക്കുള്ള വഴി വ്യക്തമാണ്. പക്ഷേ ആ വഴിയിലൂടെ നടക്കണമെങ്കിൽ കഠിനാധ്വാനം ആവശ്യമാണ്. ഇത് വെറും രാഷ്ട്രീയത്തിന്റെ കളിയല്ല, ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കാനുള്ള ഒരവസരമാണ്. ആത്യന്തികമായി വിജയിക്കാനുള്ള യഥാർത്ഥ ഇച്ഛാശക്തി നേതൃത്വത്തിനുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. തൃത്താലയുടെ ഭാവി നിർണയിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും.
നിങ്ങൾക്ക് ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും താൽപ്പര്യമുണ്ടെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 080420416002 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയം ലക്ഷ്യങ്ങൾക്കപ്പുറമുള്ള ഒരു ദൗത്യമാണ്.